ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ഒരു ചെറിയ മോർണിംഗ് ഡേ വ്ലോഗാണ് കേട്ടോ. ഒരു ലേസി മോർണിംഗ് ഡേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. രാവിലെ തന്നെ മഴയുടെ കോളും മഴ മന്ദാരവും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു സുഖമില്ലാത്തൊരു ദിവസം, ഒരു ഉറങ്ങിയ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ പടവലം കൃഷിയുള്ളത്. അപ്പൊ അതിൽ നിന്ന് 2 പടവലം മുറ്റി നിൽക്കുന്നത് കൊണ്ട് അതും പിച്ചി. നിങ്ങൾ ഇങ്ങനത്തെ പടവലം കണ്ടിട്ടുണ്ടോ? വള്ളിയായിട്ടുള്ളത്. പിന്നെ വച്ച് താമസിപ്പിക്കാതെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ബോറടിപ്പിക്കുന്നില്ല, കാപ്പി കുടിക്കാം. ഇവിടെയൊക്കെ കാപ്പി എന്നാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ പറയുന്നത്. എന്തായാലും ദോശയും കടലക്കറിയായിരുന്നു. അതൊക്കെ സൂപ്പറായിട്ട് കഴിച്ചുകൊണ്ട് രാവിലെ തന്നെ എന്നാ മോളെ ജോലി ചെയ്ത് ക്ഷീണിച്ചോളൂ എന്നുള്ള മട്ടില് വിറകൊക്കെ കീറിയിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം പറക്കി അടുക്കളയെ കൊണ്ടിടുന്നതായിരുന്നു അടുത്ത ടാസ്ക്. അതിന്റെ ഇടയിൽ അച്ഛൻ എവിടെ പോകാൻ വേണ്ടി ഒരുങ്ങി സുന്ദര കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. കടയിലെങ്ങാണ്ട് പോവാനാണ് ഇരിക്കുന്നതൊക്കെ കണ്ടാത്തൊന്നും വേറെ എന്താ ചെയ്യാൻ പോണത് പോലെ ഉണ്ട്. ഇനി അല്പം എന്തായാലും ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചാൽ ഇനി അമ്മയെ കുറച്ചു നേരം സോപ്പിടാം. അതിനുവേണ്ടി അമ്മയെ അടുക്കളയിൽ ചെന്ന് കെട്ടിപ്പുണർന്ന് ഒരു പ്രഹസനം. രണ്ടുപേരെയും കൊണ്ട് ഹായ് ഒക്കെ പറയിപ്പിച്ചു. എന്തായാലും അച്ഛൻ വാർത്ത കാണുന്ന തിരക്കിലാണ്. ഇനി എന്തായാലും വച്ച് താമസിപ്പിക്കാതെ തന്നെ എണ്ണയൊക്കെ പുരട്ടി കുളിക്കാന്ന് കരുതി. പിന്നെ ഞാൻ ഫേസിലും കയ്യിലും ഒക്കെ ടാൻ മാറാൻ വേണ്ടി ഒരു ഓയിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് നാളായിട്ട് ഇപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. നല്ല മാറ്റമുണ്ട് കേട്ടോ. ഒരു ആയുർവേദ ഓയിലൊക്കെ പുരട്ടി ഇനി കുറച്ച് പ്രഹസനാവാം. നിങ്ങൾക്ക് ഈ ഓയിൽ ഏതാണെന്ന് മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യണേ. മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. കുളി കഴിഞ്ഞ് വന്ന് അപ്പോഴേക്ക് ഏകദേശം ഒരു മഴയേര തുടങ്ങി. ഇനി അല്പം സ്കിൻ കെയർ ഒക്കെ ആവാം. പിന്നെ സ്കിൻ കെയറിന്റെ സമയമാണ്. ലിപ് ബാമും മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ഇച്ചിരി നേരമൊക്കെ നിന്നപ്പോൾ കാണാം ഫുള്ള് മഴയെ അങ്ങോട്ട് തുടങ്ങി. ആയിവ മഴയിൽ കളിക്കാൻ നല്ല രസമായിരുന്നു. വെളിയിൽ ഇറങ്ങിയ അമ്മ കൊല്ലും. അതുകൊണ്ട് അകത്തിരുന്നുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്തവണ മഴ നേരത്തെ എത്തുന്ന സിനിമയിൽ പറഞ്ഞതുപോലാണ്. ജൂണിൽ പെയ്യാനുള്ള മഴ ഇപ്രാവശ്യം നേരത്തെ വന്നത് എന്തായാലും നല്ലതായല്ലേ. ചൂടിൽ നിന്ന് ഒരു ശമനം കിട്ടുകയും ചെയ്ത് മഴയത്ത് കളിക്കാനും പറ്റും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.